എന്താ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി ഉണ്ണി ഇപ്പോഴും കാണിച്ചു ഇതുവരെ ഇവിടെ തടഞ്ഞു വെച്ചിരുന്നത് നമ്മുടെ നേതൃത്വത്തെയൊക്കെ ഇപ്പൊ കാല് പിടിച്ച് കരഞ്ഞ് ഇറങ്ങി പോവാ. കണ്ടില്ലയോ? അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുടരുകയാണെങ്കിൽ എന്തായിരിക്കും നടപടി? ഇവിടെ നല്ല ഗംഭീര രീതിയിൽ ഇവിടെ BJPയും കോൺഗ്രസും വളർന്നു വരും. 100%. വിഷമമുണ്ടോ പാർട്ടിയിൽ ഇങ്ങനെ? ഉണ്ട്. അതല്ലേ ഇപ്പോഴും ഇവിടെ നിന്ന് കരയുന്നേ. ചേട്ടാ വിഷമമുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് കുരിശുവെടുത്ത പാർട്ടിയെ ഈ പരുവത്തിലേക്ക് കൊണ്ടെത്തിച്ചതിനകത്ത് പി ഉണ്ണി എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിരവധി പെണ്ണുകേസിലൊക്കെ പ്രതിയാണ്. മക്കൾക്ക് 2 രൂപയ്ക്ക് ജോലി ഒപ്പിച്ചു. ഒരാൾക്ക് Q218 സൊസൈറ്റിയിൽ മോക്ക് ജോലി ഒപ്പിച്ചു. മോന് കരുനാപ്പള്ളി പാർട്ടി നിയന്ത്രിക്കുന്ന സ്കൂളിൽ ജോലി ഒപ്പിച്ചു. ഭാര്യയ്ക്ക് അതിന് മുമ്പേ സ്കൂളിൽ ജോലി ഒപ്പിച്ച ആളാണ്. ഇപ്പോൾ HS സലാം എന്ന് പറയുന്ന ആളും നിരവധി പെണ്ണുകേസിലെ പ്രതികളാണ്. അതിന്റെ വീഡിയോ ഉൾപ്പെടെ ഇവിടെ പ്രചരിപ്പിക്കുന്നതായിട്ട് പോലീസിൽ പരാതിയുണ്ടോ? പോലീസിലൊക്കെ പരാതി ഉണ്ടെന്നുള്ളതാണ്. നമുക്കതിനെപ്പറ്റി പാർട്ടി കമ്മിറ്റി നമുക്കതിനെ വ്യക്തമായി അറിയില്ല. പക്ഷേ എങ്കിൽ തന്നെ ഇപ്പോൾ കടന്നുകൂടി പാർട്ടിയിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന നേതാക്കന്മാരെ അവർക്ക് ഒത്താശ നൽകുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഞാനും DYFയുടെ ഒക്കെ പിന്നെ നേതാവായിട്ട് CI2 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ നമുക്കിത് ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ പോക്കിനോട് നമുക്ക് വളരെ വിഷമമുണ്ട്, ദുഃഖമുണ്ട്. ഈ രാത്രി 24 ന്യൂസിൻ്റെ വാർത്ത കണ്ടുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. ഞാൻ റേഷൻ എംപ്ലോയീസ് യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ എന്നെ പോലും ഇവിടെ പ്രതിനിധിയാക്കിയിട്ടില്ല. പറഞ്ഞാലേ സമ്മേളന പ്രതിനിധിയാക്കാതെ നമ്മളൊക്കെ പുറത്ത് ഈ CPM-ന്റെ 4-ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പറാണ്, കുലശേഖരത്തെ പഞ്ചായത്ത് മെമ്പർ. ഇവിടെ ഈ പാർട്ടി നേതൃത്വം വന്നിരുന്നുകൊണ്ട് കാണിച്ച് യാതൊരുവിധ ജനാധിപത്യ മര്യാദയുമില്ലാതെ ഏകപക്ഷീയമായി PR വസന്തൻ്റെ തീട്ടൂരം നടപ്പാക്കാൻ വേണ്ടി മാത്രം വന്ന നേതൃത്വമാണ് ഇവിടെ. അവരിവിടെ വന്നിരുന്നു കൊണ്ട് ഇവിടെ നടത്തിയ ഒട്ടും ഈ ഏതാണ്ട് 55ഓളം പ്രതിനിധികൾ, ഏതാണ്ട് 82 പേര് പങ്കെടുത്ത 50ഓളം പ്രതിനിധികൾ അതിനെ എതിർത്തോണ്ട് നിന്ന ആകെ കൈവക്കിയത് ആകെ 20-22 പേരാ. അവർ ഭൂരിപക്ഷമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ഏകപക്ഷീയമായ ലോക്കൽ സെക്രട്ടറി തെരഞ്ഞെടുത്തു. കാര്യം ചോദിച്ചോട്ടെ, ഇദ്ദേഹത്തെ തന്നെ സെക്രട്ടറി ആയിട്ട് തുടരുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ? യാതൊരു കാരണവശാലും അനുവദിക്കത്തില്ല. 12 മണി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഫോൺ എടുക്കത്തില്ല. പിന്നെ 4 മണി കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തുള്ളൂ. മദ്യത്തിന് അടിമയായ ഇതാണ് ഇത്രയും കാലം ഈ ലോക്കൽ കമ്മിറ്റി. ഇദ്ദേഹത്തെയാണ് ഇതേപോലെ ഇവിടെ വെച്ച് ഉറപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് പിന്തുടർച്ചക്കാരനായി കൊണ്ടുവന്നത് ഒരു പെണ്ണുപിടിയനെയാണ് പിന്തുടർച്ചക്കാരനായി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പെണ്ണു നല്ല രീതിയിൽ പാർട്ടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമല്ലേ കുലശേഖരത്തെ സംബന്ധിച്ചിടത്തോളം? ഇത് കുലശേഖരത്തെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ഈ പിന്നെ രാജീവ് ഗാന്ധിയുടെ മരണ സമയത്ത് പോലും 15,000 വോട്ടിലെ ഭൂരിപക്ഷം നേടിയ സ്ഥലമാണ്. ആ ഒരു സഹതാപനോടാണ് കുലശേഖരപുരം. ആ കുലശേഖരത്തിൽ നിന്ന് പാർട്ടി പിന്നോട്ട് പോയിരിക്കുകയാണ്. 18 പിന്നെ ബ്രാഞ്ച് കമ്മിറ്റികൾ, 18 ബൂത്തുകളിൽ 6 മാത്രമാണ് പാർട്ടിക്ക് ലീഡുള്ളത്. ഈ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള BJP-യാണ് ഒന്നാമത് വന്നത്. ഇവിടെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വേറോട്ടുള്ള സ്ഥലമാണ് NS-ന്റെ നാട്ടിൽ. NS-ന്റെ വീട് നിൽക്കുന്നിടത്ത് ഈ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പോയി. അതൊന്നും കണ്ട് ഈ നേതൃത്വം പഠിക്കുന്നില്ല. അതാണ് ഇപ്പോൾ ഇവിടെ പാർട്ടി. ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ എല്ലാം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരാതികളൊക്കെ പോയിട്ട് ആ പരാതികളെല്ലാം ചവിട്ടുകൊട്ടയിലിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ കഴിഞ്ഞ ലോക്കൽ സെക്രട്ടറിയായ CP ഉണ്ണി, ആ CP ഉണ്ണിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ മൊഴി മാറ്റി കൊടുത്തു. ആ ലോക്കൽ കമ്മിറ്റി പോലീസിന് കൊടുത്ത മൊഴി ആ സഖാവിനെ ഇടിച്ചു കൊന്നത് ഞാൻ കണ്ടുവെന്നാണ്. ആ വണ്ടി കൊണ്ട് ഇടിച്ചാളിനെ ഞാൻ അറിയുമെന്ന് പറഞ്ഞ് മൊഴി കൊടുത്തു. ആ മൊഴി കൊടുത്തത് കോടതിയിൽ വന്നപ്പോൾ വിചാരണ സമയത്ത് ആ ലോക്കൽ കമ്മിറ്റി കൊടുത്ത മൊഴി എന്തുവാ? ഞാൻ ഇയാളെ കണ്ടിട്ടില്ല, ഞാൻ അറിയില്ല, വണ്ടി ഇടിച്ചുകൊണ്ടോ എന്ന് അറിയില്ല. അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ ആള് ഇന്ന് ആ ഹാളിൽ ഉണ്ടായ സംഭവങ്ങൾ ഒന്ന് വിവരിക്കാമോ? എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഹാളിൽ ഞാനില്ലായിരുന്നു. ഞാൻ എന്നെ പ്രതിനിധിയാക്കിയിട്ടില്ല. ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം എടുക്കുമെന്നുള്ളതുകൊണ്ട് എന്നെ ഒരു കാരണവശാലും പ്രതിനിധിയാക്കിയിട്ടില്ല. ഞാൻ പ്രതിനിധിയല്ല, ഞാൻ പുറത്തുനിന്ന് ചെയ്ത്. പുറത്തുനിന്ന് കണ്ടവർ ഞങ്ങളെ അകത്തോട്ട് കയറ്റിയിട്ടില്ല. പുറത്തുനിന്ന് എന്തായിരുന്നു സംഭവിച്ചെന്നുള്ള മറ്റു പ്രവർത്തകർ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? അതിനകത്ത് നടന്ന സംഭവം വെച്ചാൽ ഏകപക്ഷീയമായി, അതായത് ഒരു കാരണവശാലും ഈ പാർട്ടി ജനാധിപത്യം അനുവദിക്കില്ല, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു അജണ്ട ഇതിന് വെച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരൊറ്റ ഒരു അജണ്ടയോടുകൂടിയാണ് ഈ നേതൃത്വം, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെയുള്ള നേതൃത്വം ഇവിടെ വന്നത്. ആ നേതൃത്വം അത് നടപ്പാക്കി അവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. PR വസന്തന് വേണ്ടി അത് നടപ്പാക്കി അവർ എടുത്തു. കൂട്ടിയിടലിലേക്ക് എത്തിയത് എന്തായിരുന്നു കാരണം? ഇത് നേരത്തെ ഞങ്ങൾക്കറിയാം. ആദ്യമേ ഒരു സമ്മേളനം നടന്ന് ഇത് നിർത്തിവെച്ച സമ്മേളനമാണ്, അത് തുടർ സമ്മേളനമാണ്. ഇതിങ്ങനെ നടക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ജനം ഇവിടെ തടിച്ചുകൂടി അവരെ പൂട്ടിയിടുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. മാധ്യമപ്രവർത്തകരടക്കം നിങ്ങളുടെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയുണ്ടായി. ആണ് അവർ കഴിഞ്ഞ് കാശ് മേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരാണല്ലോ കയ്യേറ്റം ചെയ്തത്. അല്ലാതെ ആരും നിങ്ങളെ കയ്യേറ്റം ചെയ്തില്ലല്ലോ. ഇല്ല, ആരെങ്കിലും ഒറ്റപ്പെട്ട 1-2 പേര് നിങ്ങളെ കയ്യേറ്റം ചെയ്തതാണ്. ഇവിടെ നേതാക്കളടക്കം ഇപ്പം രാജഗോപാൽ അടക്കം ഞങ്ങളുടെ ക്യാമറ പിടിച്ച് തള്ളുകയുണ്ടായി. അതാ പറഞ്ഞത്, അവർക്ക് ഇത് കാണുന്നില്ല, ദൃശ്യമാധ്യമങ്ങളിൽ കാണിക്കുന്നുണ്ട്, നിങ്ങളത് പോയി കാണാനാണ് പറഞ്ഞത്. സംസ്ഥാന സമിതി അംഗങ്ങളായ രാജഗോപാലും സോമപ്രസാദും ഇവരെടുത്തുന്ന എന്തെങ്കിലും ഇവർക്ക് അനുകൂലമായി നിലപാടെടുത്തു അല്ലേ? ഇവർക്ക് അനുകൂലമായ നിലപാടെടുത്തു, അത് മാത്രമാണ് ഉള്ളതിനകത്ത്.
അയ്യോ, സംസ്ഥാന സമിതി അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട നടപടിയല്ല. ഒരു മര്യാദ ഇതിനകത്തുണ്ടായില്ല. കാരണം തെരഞ്ഞെടുപ്പ് നടന്ന ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, ഈ കമ്മിറ്റി ഭൂരിപക്ഷം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റി അനുസരിച്ചുകൊണ്ട് നാളെ മുതൽ പാർട്ടി പ്രവർത്തനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. നാളെയും ഞങ്ങൾ CPM ആയിരിക്കും. ഞങ്ങളെ ആരും പുറത്താക്കിയാലും നാളെയും ഞങ്ങൾ CPM ആയിരിക്കും, മരിക്കുമ്പോഴും CPM ആയിരിക്കും. ഇതിന്റെ പേരിൽ ഭീഷണി വല്ലതും ഉണ്ടാവും? ഇതിന്റെ പേരിൽ എൻ്റെ ചോദിച്ചു ഏത് സഹായം ഏത് വാണിജ്യ കമ്മിറ്റി അംഗമാണ് സഹായം, ഞാൻ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലെന്ത് നടപടി ഉണ്ടായാലും വിഷയമൊന്നുമില്ല. പഞ്ചായത്ത് മെമ്പറായത്, ഇതൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നേ. പാർട്ടി നശിച്ചു ഇവിടെ, ഞങ്ങൾ ഇനി പാർട്ടി നിൽക്കില്ല. ടാഗ് ഇട്ടുണ്ട് ഇങ്ങനെ പറയുന്നതിൽ വിഷമമില്ലേ? എന്താ വിഷമം? ഞങ്ങളുടെ വിഷമം കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഞങ്ങൾക്ക് വിഷമമേ ഉള്ളൂ. നേതൃത്വം ഇടപെട്ട് ഇത് മാറ്റേണ്ടതുണ്ട്. മാറ്റുന്നില്ലല്ലോ. നേതൃത്വം അവർക്ക് കൂട്ടിക്കുമല്ലോ. അതെന്താ കാരണം? അവർക്ക് എന്തായാലും ഇതിനകത്ത് ലാഭം കാണും 100%. ഈ സംസ്ഥാന സമിതി അംഗങ്ങളായ സോമപ്രസാദ് അതുപോലെ രാജഗോപാലനും ഇതിൽ ലാഭങ്ങളുണ്ടോ? അല്ലേ, അത് ലാഭത്തിനെ പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെന്താ പറയാൻ പറ്റത്തില്ല. ലാഭം ഉണ്ടാവുന്ന ചേട്ടൻ കൂട്ട് നിൽക്കുന്നല്ലോ. ഈ ടാഗ് ഇട്ട് ചേട്ടൻ പ്രതിനിധിയായിരുന്നു അല്ലേ? പ്രതിനിധി. അതിനകത്ത് നടന്ന എന്തായാലും സംഭവം എന്തായിരുന്നു? സംഭവം അവർക്ക് അവരുടെ പക്ഷം നിന്നുകൊണ്ട് ഞങ്ങൾ കുറ്റിയിട്ട് അവിടെ ഇരുന്ന്. എത്ര മണി മുതൽ കുറ്റിയിട്ടായിരുന്നു? ഒരു 9:30 ആയപ്പോൾ മുതൽ. നേരത്തെ തന്നെ അറിയാമായിരുന്നു ഒരു ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാം? ഇല്ല, ഒരു പ്രതീക്ഷയില്ല. നല്ല രീതിയിൽ ചെയ്യുമെന്ന് വിചാരിച്ചു. അവരെയൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർ കളഞ്ഞു വിളിച്ചു. സംസ്ഥാന സമിതി അംഗങ്ങൾ വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് ഇല്ലാതായി. അവരുടെ തീരുമാനം നിങ്ങളെ വേദനിപ്പിച്ചു. എത്ര പ്രവർത്തകരുണ്ടായിരുന്നു? എത്ര പ്രതിനിധികളുണ്ടായിരുന്നു അതിൽ? അതിനകത്ത് എത്ര പ്രതിനിധികളുണ്ടായിരുന്നു? 35 പേര്. 85 പേര്. 85 പേരിൽ എത്ര പേർ അവർക്കൊപ്പം നിന്നു? അവർക്കൊപ്പം എത്ര പേര്? അത് പറയാൻ പറ്റുമോ? എത്ര ഉണ്ടായിരുന്നു? 22 പേര് അവർക്കൊപ്പം നിന്ന്. ബാക്കിയുള്ളത് മൊത്തം എതിർപ്പാ. ഭൂരിപക്ഷം എതിർപ്പാ. പിന്നെ അവർ രംഗത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ.